അപ്പോ കേരളത്തില് ഇനി ഫെബ്രുവരി വരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കാരണം കേരളത്തിലും SIR-ന് തുടക്കമായിരിക്കുന്നു. ഏത് സമയത്തും പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം. ഒപ്പം LDF UDF മുന്നണികളും നെട്ടോട്ടം ഓടുന്ന അവസ്ഥ. കാരണം ഇതിന്റെ പിന്നിലെ നരേന്ദ്രമോദിയുടെ പ്രത്യേക ലക്ഷ്യം അതെന്താണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. നമസ്കാരം. അപ്പോ ക്രൂരനായ ഫാസിസ്റ്റ് ഭരണാധികാരിയായ നരേന്ദ്രമോദിയുടെ SIR കേരളത്തിലും ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങുന്നു. അതാണല്ലോ വാർത്ത. അപ്പോൾ ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് UDF LDF മുന്നണികളോട് ഒരൊറ്റ ചോദ്യം: എന്തിനാണ് നിങ്ങൾ ഈ SIR-നെ ഭയക്കുന്നത്? സത്യത്തില് പല രീതിയിലുള്ള ന്യായീകരണങ്ങളും ഈ ഇരുമുന്നണികളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഇവര് സത്യത്തില് കേന്ദ്രത്തിന്റെ പിടിയിലായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ പിടിയിലായി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് SIR-ന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. കാരണം നിങ്ങളും മനസ്സിലാക്കണമല്ലോ. ഇവർ പറയുന്ന പോലെയുള്ള ഭീകര ശുദ്ധികലശമല്ല SIR എന്ന് പറയുന്നത്. പകരം ഭീകരന്മാരെ കണ്ടെത്തുന്നതിനുള്ള ശുദ്ധികലശമാണ്. അതായത് ഇന്നു മുതൽ SIR ആരംഭിക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല ഇന്നു മുതൽ നവംബർ 3 വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന BLO-മാരടക്കമുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനമാണ്. അതില് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ആളുകൾക്കും പരിശീലനം കൊടുക്കും. അതിനുശേഷം ഇവരുടെ ജോലി വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ലാത്ത വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോ ഒരു ചോദ്യം വരും, എങ്ങനെ നിലനിർത്തും? അതായത് 2002-ലാണ് വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനമായിട്ട് ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ 2002-ലെയോ 2003-ലെയോ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിഷ്കരിക്കപ്പെടുന്ന വോട്ടർ പട്ടികയിലും നിങ്ങൾ ഉണ്ടായിരിക്കും. ഒരു രേഖയും കാണിക്കേണ്ട, പകരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി. അതായത് ആകെ ഒഴിവാക്കപ്പെടുന്നത് മരിച്ചവര് മാത്രമായിരിക്കും എന്ന് ചുരുക്കം. ഇതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നോക്കും. അതായത് 2003-ന് ശേഷം വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട ആളുകൾ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഈ വീട്ടിലെത്തുമ്പോൾ 2003-ന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവര് ഉറപ്പുവരുത്തും 2002-ലോ 2003-ലോ വോട്ടർ പട്ടികയിലുള്ള ആളുകളുമായിട്ടുള്ള ഇവരുടെ ബന്ധം സ്ഥിരീകരിച്ചു കൊണ്ടായിരിക്കും ഉറപ്പുവരുത്തൽ അവര് നടത്തുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ പറയാം, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഇതെന്റെ മകനാണ്, ഇതെന്റെ മരുമകളാണ് എന്നൊക്കെ പറയാം. അതൊക്കെ അവര് സ്വീകരിക്കും. അങ്ങനെ അവരെയും ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇനി അതുമല്ല, മറ്റൊരളവ് കൂടിയുണ്ട്. അതായത് 2015-ലെ വോട്ടർ പട്ടികയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതേ രീതിയിലുള്ള ഇളവ് ലഭിക്കും കേട്ടോ. കാരണം ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ SIR ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കുന്നത്. വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ, അതായത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളുടെയും റോഹിംഗ്യൻസിന്റെയും എല്ലാം കുടിയേറ്റം നടന്നിരിക്കുന്നത് കൃത്യമായിട്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അടുത്ത തവണയെങ്കിലും നരേന്ദ്രമോദിയെ വലിച്ചു താഴെ ഇറക്കണം എന്നുള്ള ഇന്ത്യയിലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തോടു കൂടി മാത്രമുള്ള ആസൂത്രിതമായിട്ടുള്ള കുടിയേറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് 2015-ന് ശേഷമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഗൃഹസന്ദർശനത്തിന് ശേഷം ഒരു കരട് വോട്ടർ പട്ടിക ഡിസംബർ 9-ന് പ്രസിദ്ധീകരിക്കും. ഇനി കേരളത്തിലെ ഒരു സ്വഭാവം വെച്ച് എല്ലാവരും പറയും, ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു, ഞാൻ ആശുപത്രിയിലായിരുന്നു, ഞാൻ അമ്മായിയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതിനും പ്രതിവിധിയുണ്ട്. അതായത് ഈ BLO-മാരുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ ലഭിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന വ്യക്തികളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റാത്തവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാം. എന്നിട്ട് അവരെ വിളിക്കാം, അതായത് BLO-മാരെ വിളിക്കാം. എന്നിട്ട് നിങ്ങൾ വീട്ടിലുള്ള സമയം പറഞ്ഞാൽ ആ സമയത്ത് അവർ വന്ന് സന്ദർശിക്കും. ഇനി അതും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് 3 തവണ വരെ അവര് നിങ്ങളുടെ വീട് സന്ദർശിക്കാൻ തയ്യാറായിരിക്കും. അതിനുശേഷമാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കി ഡിസംബർ 9-ന് പ്രസിദ്ധീകരിക്കുക. ഇനി ഈ പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പരാതികൾ. ആ ആക്ഷേപം ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള 1 മാസക്കാലം പരാതി നൽകാനുള്ള അവസരത്തിലൂടെ പരിഹരിക്കപ്പെടും. ഇനി ആ കാലയളവിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനുവരി 9 മുതൽ ജനുവരി 31 വരെ നേരിട്ട് പരസ്പരം ഇരുന്ന് സംസാരിച്ച് തീർപ്പാക്കുക എന്ന് പറയുന്ന ഹിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി ഇതിലുണ്ട്. അങ്ങനെയും നിങ്ങളുടെ പരാതികൾ പരിഹരിക്കപ്പെടും. അപ്പോഴേക്കും ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെയൊന്നും അല്ല, കുറെ സുഡാപ്പികൾ പറയുന്ന പോലെയൊന്നും അല്ല. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വരില്ല. പകരം പുറത്തേക്ക് പോകുന്നത് ഈ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മമതാ ബാനർജി ബംഗാളിലേക്ക് കുറെ പേരെ
കടത്തിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും. ഈ മമതയുടെ കണ്ണ് വെട്ടിച്ച് കേരളത്തില് ഇവരെയൊക്കെ എത്തിച്ച ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള കുറെ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും. ഒപ്പം കേരളത്തിലായതുകൊണ്ട് ചില തീവ്രവാദികളും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ചുരുക്കത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഇനി LDF UDF മുന്നണികൾ ഇതിനെ നഖശികാന്തം എതിർക്കും, നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഗിമ്മിക്സ് ആണ്, അല്ലെങ്കിൽ പൊളിട്രിക്സ് ആണ് അവർ കളിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ രീതിയിലും നിയമയുദ്ധം നടത്തി പരാജയപ്പെട്ട ഒരു ഉദാഹരണം ബീഹാറിലുണ്ട്. വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ നടത്തി നിയമയുദ്ധവും നടത്തി ബീഹാറിൽ നിന്ന് വാലും ചുരുട്ടി ഓടുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടതാണല്ലോ. അതായത് വോട്ട് ചൊറിയായി മാറുന്നത് നമ്മൾ കണ്ടാണല്ലോ. അതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മാത്രം 50,000-ഓളം ഇരട്ട വോട്ടുകൾ കണ്ടെത്തി നീക്കം ചെയ്യിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടത് BJP അല്ല, UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശാണ്. ഇതുപോലെ കർണാടകയിൽ നിന്നുള്ള ആളുകളെ കാസർഗോഡ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് വോട്ടർ ID തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻസിനെയും കേരളത്തിലോട്ട് കടത്തി ആധാർ കാർഡും വോട്ടർ കാർഡും റേഷൻ കാർഡും എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത് കേരളത്തിലെ LDF എന്ന് പറയുന്ന മുന്നണിയാണ്. അപ്പൊ ചുരുക്കത്തില് ഇരട്ട വോട്ടുണ്ട് എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യും. SIR വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്രൂരത എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? ഇനി LDFും UDFും ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി പറയാം. ഇവര് തന്നെ നിയമയുദ്ധം നടത്തി SIRൽ സമർപ്പിക്കേണ്ട രേഖകളിൽ 12ാമത്തെ രേഖയായിട്ട് ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് കോടതി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് വ്യാജ ആധാർ കാർഡ് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, 12ാമത്തെ രേഖയായിട്ട് ആധാർ കാർഡും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രക്രിയയിലൂടെ വ്യാജ ആധാർ കാർഡുകൾ കൂടി കണ്ടുപിടിക്കപ്പെടും. അങ്ങനെ ആ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കാൻ ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻസിനും ചില തീവ്രവാദികൾക്കും സഹായം ചെയ്തു കൊടുത്ത ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പെടും. കാരണം ഈ SIRലൂടെ ലക്ഷ്യം വെക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല, പരോക്ഷമായിട്ട് രാജ്യത്തെ പൗരത്വം കൂടിയാണ് പരിശോധിക്കപ്പെടുന്നത്. ഇനി കേരളത്തില് കിഴക്കമ്പലം, പെരുമ്പാവൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഒരു തവണ പ്രശ്നമുണ്ടായപ്പോ ബംഗ്ലാദേശികള് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്തത് വരെ കേരളം കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തരക്കാര് പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ജാഗ്രത പാലിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ അതിശക്തമായ നിരീക്ഷണം ഈ കാലയളവിൽ കേരളത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്.